കല്യാണം കഴിക്കാൻ ഒരു സാരി വേണ്ടേ എന്ന് ഞാൻ ചോദിക്കുന്നു. അവന് സാരി വേണം, ഒരു കാര്യം ചെയ്യും, മാമ്പഴ പുളിശ്ശേരിയുടെ അപ്പൊ ഞാൻ പിന്നെ ഓരോ കടയിൽ പോയി മാമ്പഴ പുളിശ്ശേരി ഉണ്ടോ, എനിക്ക് കളർ അറിയത്തില്ല. എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല, ആ കളർ വാങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് വർഷങ്ങളായിട്ട് അത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഒരു തമിഴ് സ്റ്റാഫിനെ ഞാൻ അണ്ണേ അന്ത മാമ്പഴ പുളിശ്ശേരി മാതിരി ഒരു കളർ എടുക്കാം. അപ്പൊ പുള്ളിക്ക് എന്റെ മുഖം കേട്ട മനസ്സിലായി വെറും ഉണ്ടാക്കണം മനസ്സിലായി. സ്വയം നല്ല പൊട്ടനാണെന്ന കാര്യം പുള്ളിക്ക് മനസ്സിലായതോടുകൂടി പുള്ളി പറഞ്ഞ് പാത്രേ എന്ന് പറഞ്ഞ് പുള്ളി പോയി കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് ഫോട്ടോ എടുക്കും, വാട്സാപ്പിൽ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. മാമ്പഴ പുളിശ്ശേരി സാരി സെലക്ട് ചെയ്ത് അങ്ങനെ സാരിയൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ കല്യാണം. സാരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലോ. നമ്മുടെ ഫോട്ടോസൊക്കെ വന്നപ്പോ ഒരുപാട് പേര് വിളിച്ചു. അങ്ങനെ 5-ാം തീയതി 5-ാം തീയതി. അപ്പം ഞാൻ പറഞ്ഞു 6-ാം തീയതി മൂകാംബികയിൽ പോകണം. മോള് 12th അപ്പൊ അവളെ കൊണ്ടുവന്ന് തൊഴിക്കണം. ഇതാണ് ലൊക്കേഷനിൽ പറയുന്നത്. കാരണം സെക്കൻഡ് മാരേജാ, നമ്മൾ എന്താ ആഘോഷമാക്കാനാണ്? നമ്മളുടെ ലൈഫിൽ അറിയാലോ, നമ്മൾ ഒരു ചടങ്ങ് നടത്തി വരിക, നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുക, ഇത്രേ ഉള്ളൂ. അപ്പൊ 6-ാം തീയതി അങ്ങനെ ഞങ്ങൾ വെളുപ്പിനെ പോകുന്നു. അപ്പൊ ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പോയി കല്യാണം കഴിഞ്ഞു. തിരിച്ചു വരുമ്പോഴാണ് ഇൻഡസ്ട്രി നില വിളിച്ച് ചേച്ചി എവിടെ? ഞാൻ മൂകാംബിയെ തൊഴുതിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് 8-ാം തീയതി തൊട്ട് വീണ്ടും ലൊക്കേഷനിൽ ജോയിൻ ചെയ്യാം, ഷൂട്ടാണ്. ഞങ്ങളൊരു ന്യൂസ് അറിഞ്ഞു. എന്താണ് കല്യാണം കഴിഞ്ഞു? ഞാൻ മൂകാംബി വെച്ച് കല്യാണ വേഷത്തിലൊക്കെ ചേച്ചിയെ കണ്ടു. അവിടെ ഷൂട്ടിംഗ് ആണോ ഇങ്ങനെ ചോദിച്ചു. അവർ ചേച്ചി ഇനി വേറെ ഷൂട്ടിംഗ്. ഞാൻ പറഞ്ഞു ഞാൻ അപ്പോഴും മറുപടി കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ 1-2 പേര് അല്ലാതെ വിളിച്ചു. അപ്പൊ എനിക്ക് പറഞ്ഞത് സംഭവം പാളി. പിന്നെ നമ്മളിത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു അവിടെ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് മലയാളികൾ കുറെ പേരുണ്ടായിരുന്നു, ഈ തൊഴാനൊക്കെ വന്നവരും. അപ്പൊ അവരാകെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. കസിനെ ഞാൻ കണ്ടില്ല. പിന്നെ എന്റെ ആന്റിയുടെ വീട്ടിൽ ചെന്ന് പറയാം, മോളെ, എന്റെ കുഞ്ഞമ്മ, മോളെ അങ്കിളുടെ അമ്മാവന്റെ മോനൊന്നും നിങ്ങളവിടെ മൂകാംബി ഉണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്നു. നമ്മളെ അവിടെ നിന്നോട്ട് അപ്പൊ വിളിച്ചു പറഞ്ഞു, എന്നെ വീട്ടിൽ വിളിക്കുന്ന സിന്ധു ചേച്ചി ഇവിടെ നിൽക്കുന്നു, ഷൂട്ടിംഗ് ആണോ എന്തുവാന്ന് പറഞ്ഞ കല്യാണ വേഷത്തിലൊക്കെയാണ്, മക്കളുണ്ട്. അപ്പോഴേ അവർക്കൊരു ഡൗട്ട്. അപ്പൊ ഇതാണ് സംഭവം. അങ്ങനെ നമ്മുടെ സ്നേഹമുള്ള ജനങ്ങളാണ് ഇതിന്റെ ആഘോഷം. എന്നാലും കല്യാണം കഴിഞ്ഞു, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അതിനിടയിലും എല്ലാ കല്യാണത്തിനിടയിലും എല്ലാ വിവാഹ ജീവിതത്തിനിടയിലും അടി ഗുസ്തിയൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്തായിരുന്നു? ടിഷ്യൂന്റെ കാര്യത്തിൽ ടിഷ്യൂ പേപ്പർ ബാത്റൂമിൽ വേണം, കിച്ചണിൽ വേണം, മേശപ്പുറത്ത് വേണം, എവിടെ നോക്കിയാലും ടിഷ്യൂന്റെ ഇങ്ങനെ ഇതൊക്കെ ടിഷ്യൂ മരങ്ങളല്ലേ ചേട്ടാ? ഇതൊക്കെ മരങ്ങളിൽ നിന്നല്ലേ പേപ്പറൊക്കെ ഉണ്ടാവുന്നത്? നമ്മുടെ സേവ് ട്രീസേ. അതാണ് ടിഷ്യൂ ഇല്ലാതെ പറ്റൂല. ഒരു എവിടെയെങ്കിലും കണ്ടില്ലേ ഭയങ്കര അങ്ങോട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ദേഷ്യപ്പെടുന്ന അങ്ങനത്തെ ദേഷ്യമല്ല. മുഖം മാറുമ്പോ എനിക്കങ്ങ് ഇതാവും. ഇപ്പൊ അതാണ് ഞാൻ ഏത് ഷോപ്പിൽ മാർജിൻ ഫ്രീയിലൊക്കെ പോലെ ഫസ്റ്റ് ടിഷ്യൂ ബോക്സ് മേടിക്കും.